ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി ഇതിനകത്ത് പെട്ടുപോയി, നിലവറ പോലത്തെ ഒരു സ്ഥലത്ത് പെട്ടുപോയി. അവിടെ വിനേട്ടാ അച്ഛാ അമ്മ എന്നൊക്കെ പറഞ്ഞ വലിയ വായിൽ വലിയ ഒച്ചയ്ക്ക് കരയായി. എവിടെ കേൾക്കാം, വാതിലടഞ്ഞു പോയില്ലേ. ആ സമയത്ത് ഇവരെല്ലാവരും എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. നന്ദിനിയെ മാത്രം കാണുന്നില്ല. നന്ദിനി അടുത്ത് എവിടെ, നന്ദിനി എവിടെയെന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ വിക്രം പറഞ്ഞു, ഇനിയിപ്പോൾ വേദ പറഞ്ഞ കഥ കേട്ടാൽ നിലവറ എങ്ങനെ തപ്പിപ്പോയി കാണുമോ? ആ പോക്കല്ല, അതിൻ്റെ അപ്പുറം അവൾ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ പെട്ടെന്ന് ഓടിക്കതച്ച് പോവുക. പിന്നാലെ എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ തപ്പിത്തേടി പോകുന്ന സമയത്ത് എന്തു പറ്റിയെന്ന് ചോദിച്ചു അച്ഛൻ. ഇവിടുന്ന് ഒരു തുരങ്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറയിലേക്കുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ അച്ഛാ. നന്ദിനെടുത്ത് അത് അന്വേഷിച്ച് പോയെന്ന് തോന്നുന്നതെന്ന് വേദ പറയുമ്പം ഇങ്ങനെ ഒരു വിഡ്ഢി പെണ്ണ് എന്ന് വേദ പറയുമ്പോൾ വിഡ്ഢി ആയതുകൊണ്ടല്ല, ആർത്തി കൂടിയതുകൊണ്ടാണെന്ന് അച്ഛൻ പറഞ്ഞു. നിങ്ങൾ വാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തപ്പിപ്പോവുക. അതിലെല്ലാം ഇവർ തപ്പിപ്പോണു. നന്ദിനി എന്ന് വിളിച്ച് പോകാവുന്ന സ്ഥലത്ത് മുഴുവൻ ഇവർ പോയി നോക്കി. എടി നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് വിനായകനും, അതുപോലെ നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനും, നന്ദിനി എടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഒക്കെ വിളിച്ച് നടക്കുക. ഇവളിത് എവിടെ പോയി കിടക്കുവാന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ അതിലെല്ലാം ഇറങ്ങി നടന്ന് തപ്പു കേട്ടോ. എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. അവർ നോക്കാവുന്ന സ്ഥലത്ത് മുഴുവനും അവർ നോക്കി, പക്ഷേ കണ്ടില്ല. പെട്ടെന്ന് ഫോൺ എടുത്തു. ഒന്ന് വിളിച്ച് ഫോൺ എടുത്തപ്പോഴത്തേക്ക് വിനായകൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഹലോ, ആരാ? അതെ, ഞാൻ വിനായകൻ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിനായകൻ ഫോണിൽ സംസാരിക്കും കേട്ടോ. നന്ദിനി എൻ്റെ ഭാര്യയാണ്. എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചു. ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. ഇവർ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിപ്പോവുക. എന്തായാലും നന്ദിനി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ഇവർ ഓടിച്ചെന്നു. വിനേട്ടാന്ന് പറഞ്ഞു ഒരു ഒറ്റ കരച്ചിലായിരുന്നു നന്ദിനി. എന്തോ അടി എന്ന് ചോദിച്ചുകൊണ്ട് വിനായകൻ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ നന്ദിനിയെ പിടിച്ചവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പോൾ സാറേ ഞാനാ വിനായകൻ എന്ന് പറയുമ്പോഴേക്കും സാറുമാർ ഇവരെവിടെയാണ് കയറിയിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. നിലവറയ്ക്കകത്ത് കയറിയാലേ ശ്വാസം പോലും കിട്ടാത്ത സ്ഥലമാണെന്നും, അതെ അപ്പോൾ വെറുതെ ഒന്ന് കാലെടുത്ത് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ പുറകിൽ നിന്ന് ആരോ അടച്ചതാണെന്ന് നന്ദിനി പറയാം. നിങ്ങളകത്ത് കയറിയപ്പോൾ ഡോറ് തനിയെ ലോക്കായതാവും, അത് ആരും അടച്ചതായിരിക്കില്ല എന്ന് പറഞ്ഞു സാറ്. അന്നേരം സത്യമാണ് സാറേ ഞാൻ പറയുന്നത്, എന്നെ പുറത്തുനിന്ന് ആരോ അടച്ചതാ എന്ന് പറഞ്ഞു. അനധികൃതമായി അകത്ത് കയറിയതിന് എത്ര രൂപ പിഴ അടയ്ക്കണമെന്ന് അറിയാമെന്ന് ചോദിച്ചു. അന്നേരം അയ്യോ സാറേ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണെന്ന് വിക്രം പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിലേ ശ്വാസം മുട്ടി ചത്തുപോയേനെന്നു സാറ് പറയാം. പിന്നെ ഞങ്ങൾ കയനെ പുലിവാലെന്നൊക്കെ പറയുമ്പം സാർ പ്ലീസ് സാർ ക്ഷമിക്കണം, ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്, ഒരു ഇഷ്യൂ ആക്കിയിട്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് വിശ്വം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർക്കെന്താ ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണെന്ന് ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞു വിനായകനെ. അപ്പോൾ ഇവർക്കെന്താ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അയ്യോ സോറി സാർ, എഴുതി വെച്ചത് ഞാൻ കണ്ടില്ല എന്ന് നന്ദിനി. അപ്പോൾ ഇപ്പോഴത്തേക്കൊന്ന് വിടണം സാർ. അപ്പോൾ ഇനി കയറിയാൽ ശിക്ഷിച്ചോളാനാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇനി ഒരിക്കലും ഞാൻ ഈ വഴി വരത്തേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെ സാറുമാരുടെ കാല് പിടിക്കുക. വിളിച്ചിറക്കിക്കൊണ്ട് പോടോ എന്ന് പറഞ്ഞാൽ സാറുമാർ. അപ്പോൾ വാടി എന്ന് പറഞ്ഞ് വിനായകൻ വിളിച്ചുകൊണ്ട് പോവുക. 3 പേരും കൂടെ പോകുമ്പോൾ നന്ദിനി അടുത്ത് നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു വിക്രം. അപ്പം നീ ഒരു അക്ഷരം മിണ്ടരുത്, ഇവിടെ നേരെ പോയാൽ നിലവറയിലേക്കാണെന്ന് നിൻ്റെ ഭാര്യയില്ലടാ പറഞ്ഞത്, കോപ്പാണ് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് നന്ദിനി പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുക വരും. എടി ഇൻ്റർനാഷണൽ പരാജയമേ എന്നും പറഞ്ഞ് വിനായകൻ വിളിച്ചുകൊണ്ട് പിന്നാലെ പോവാം. എടാ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയാമെന്ന് വിശ്വൻ വിക്രത്തോട് ചോദിക്കുമ്പോൾ ചുമ്മാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോവുക. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി അവരെല്ലാവരും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അതും പത്മനാഭൻ്റെ മണ്ണിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതിൽ വലം വെച്ച് ഇവരിങ്ങനെ പോരുക. പിന്നെ നന്ദിനി അമ്പലത്തിലെ ഗുഹ അന്വേഷിച്ച് പോയേക്കരുത് കേട്ടോ, അവിടുന്ന് രക്ഷപ്പെട്ടതുപോലെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിന്ന് വരില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ കളിയാക്കുമ്പോൾ മതി കളിയാക്കിയത്, അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്ന് കമല ചോദിച്ചു. എന്നും പറഞ്ഞു നന്ദിനി അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്ന് നമ്മുടെ നന്ദിനി രക്ഷപ്പെട്ടിറങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇമ്മ തർക്കിച്ചുകൊണ്ടിരിക്കാതെ വാ, നട അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് തൊഴുതിറങ്ങണമെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ നിങ്ങൾ പോയിട്ട് വന്നോളൂ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശ്രീജ. അപ്പോൾ എന്നാൽ വിശ്വൻ ശ്രീജയുടെ കൂടെ നിൽക്കുക, ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു. അവർ പുറത്തിറങ്ങി നിൽക്കുന്നു. ഇവർ തൊഴാനായിട്ട് അകത്തേക്ക് കയറി. അങ്ങനെ അമ്മ തൊഴാനായിട്ട് അകത്തേക്ക് കയറി പോയി, വേദ പോയി, നന്ദിനി പോയി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പുറത്ത് നിൽക്കും. അപ്പോൾ വരുന്നില്ല മാഷേന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു അച്ഛൻ. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അച്ഛനാണെങ്കിൽ ആ മണ്ഡപത്തിലൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ നമ്മുടെ വിക്രവും ഉണ്ട്. അപ്പോൾ വിക്രം അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നന്ദിനി പറന്നു വന്നു ന്യൂസ് പിടിക്കാനായിട്ട്. ഇവരെന്താ പറയുന്നതെന്ന് അറിയാനേ. അതിന് പറ്റിയൊരു സന്ദർഭം എനിക്ക് കിട്ടിയില്ല എന്ന് അച്ഛൻ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിലും നല്ല സ്ഥലവും സന്ദർഭവും അത് ചോദിക്കാൻ വേറെ ഇല്ല എന്നും എനിക്ക് തോന്നിയെന്ന് അച്ഛൻ പറയാം. അപ്പോഴത്തേക്ക് നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ജീവിതത്തിൽ ഇത്രയും നാളും ഞാനൊരു വിശ്വാസത്തിലാണ് ജീവിച്ചതെന്നും പിന്നെ
എനിക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയ തെറ്റ് ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മകൻ്റെ പിതാവാണ് ഞാനെന്ന് അദ്ദേഹം പറയുക. ആ ഒരു വിശ്വാസത്തിലാണ് താൻ ജീവിച്ചതെന്ന് മാഷ് പറയണം. അതൊരിക്കൽ പോലും വീണ്ടും വിചാരത്തിന് വിധേയമാക്കണമെന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല എന്നും അച്ഛൻ പറയണു. പക്ഷേ ഈയിടെയായിട്ട് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുക. ശരിക്കും വേദയാണ് അതിനെന്നെ പ്രേരിപ്പിച്ചത് എന്ന് മാഷ് പറയണു. അപ്പോൾ വേദോ എന്താണ് പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുന്നു. ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് അച്ഛൻ വിക്രത്തോട് പറയണു. പിന്നെ കുപ്രസിദ്ധമായ ഒരു അനാചാരം കാലങ്ങളോളം കൊണ്ടു നടന്ന ഒരു ക്ഷേത്രമാണിത് എന്ന് അദ്ദേഹം വിക്രത്തോട് പറയാം. സുചീന്ദ്രൻ കൈമുക്ക് എന്നുള്ളൊരു പേരിൽ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒന്നാണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയണു. നീ അതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഒരാളൊരു തെറ്റ് ചെയ്താൽ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ നടത്തിയിരുന്ന ഒരു ചടങ്ങാണതെന്നും അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു പാത്രത്തിൽ എണ്ണ വെട്ടി തിളയ്ക്കുന്നുണ്ടാവും. ആ പാത്രത്തിൽ അതിൽ കൈമുക്കി പാത്രത്തിലെ രാജമുദ്രയുള്ള സ്വർണ്ണ നാണയം എടുത്ത് നൽകണം. തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ കൈ പൊള്ളില്ല, തെറ്റ് ചെയ്തവരാണെങ്കിൽ കുറ്റക്കാരൻ്റെ കൈ പൊള്ളും. അപ്പം അന്ന് നടന്നിരുന്ന ആ ദുരാചാരം ബ്രിട്ടീഷുകാരാണ് നിർത്തലാക്കിയതെന്നുള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെ ഹിസ്റ്ററി ക്ലാസ് എടുക്കാനാണ് ഇങ്ങോട്ട് ഇങ്ങനെയും കൊണ്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പം ഞാനിത് എന്തിനാണ് നിന്നോടിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് മാഷ് മോനോട് ചോദിക്കാം. കുറ്റം ചെയ്തു എന്ന ആരോപണവുമായി മുന്നിൽ നിൽക്കുന്നവരെയെല്ലാം കുറ്റക്കാരായി വിധിക്കുന്ന ഒരു മനസ്സ് പണ്ട് മാത്രമല്ല അതിപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നും തെറ്റ് ചെയ്തവൻ അത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതല്ല, ചെയ്തിരിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുക എന്ന് മാഷ് വിക്രത്തോട് പറയുന്നു. അപ്പം ഞാനും അങ്ങനെയാണോ നിന്നെ വിധിച്ചതെന്ന് എനിക്കിപ്പോൾ ഭയം തോന്നുകയാണെന്ന കാര്യവും മാഷ് ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു. അത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമെന്നും അദ്ദേഹം പറയുക. അപ്പം അത് കേട്ടപ്പോഴത്തേക്കും വിക്രത്തിന് ഭയങ്കര വല്ലായ്മ. പണ്ട് ഈ ക്ഷേത്രമുറ്റത്ത് സത്യം തെളിയിക്കാനായിട്ട് ആളുകൾ കൈമുക്കിയിരുന്ന തിളച്ച എണ്ണയിലായിരുന്നു എങ്കിൽ ഇന്ന് തിളയ്ക്കുന്നത് ദേ ഈ നെഞ്ചാ, എൻ്റെ ഈ നെഞ്ചാണെന്ന് അച്ഛൻ വിക്രത്തോട് പറഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. നന്ദിനി ഇങ്ങനെ ചുവട്ടം പിടിച്ച് നിൽക്കുക കേട്ടോ. അതിൽ തൊട്ട് നീ സത്യം പറയണമെന്ന് അച്ഛൻ മോനോട് പറയുന്നു. എൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടാണോ അന്ന് ജയിലിൽ പോയത് എന്ന് മാഷ് വിക്രത്തോട് ചോദിക്കുമ്പോൾ വിക്രത്തിന് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഭാരം ഇനി എനിക്ക് താങ്ങി നടക്കാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക, ഒന്ന് പറയാൻ പറഞ്ഞു. നീ ശരിക്കും തെറ്റ് ചെയ്തോ അതോ അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് വരെ അങ്ങനെ ഒരു വിചാരത്തിലല്ല ഞാൻ നടന്നത്. ആരാണ് തെറ്റ് ചെയ്തതെന്ന് അച്ഛൻ എന്നോട് ചോദിക്കരുത് എന്ന് വിക്രം പറഞ്ഞു. അത് ഞാൻ പറയില്ല എന്നും വിക്രം അച്ഛനോട് പറയുക. പക്ഷേ ഒന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറയാം, ഞാനത് ചെയ്തിട്ടില്ല എന്ന് വിക്രം അച്ഛനോട് പറഞ്ഞു. അപ്പം അച്ഛനിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. താൻ തെറ്റുകാരനല്ലെന്നുള്ള സത്യം വിക്രം പറയുകയാണ്. അന്ന് ഞാൻ ആ തെറ്റ് ഏറ്റെടുത്തതായിരുന്നു എന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ദിവസം അത് അച്ഛൻ ജയിലിൽ പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെയ്തതെന്ന് വിക്രം അച്ഛനോട് പറയാം കരഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ അന്ന് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. ഇത് കേട്ട് നന്ദിനി അന്തം വിട്ട് നിൽക്കുക. പിന്നെ അതിൽ നിന്ന് മാറ്റി പറയാൻ പറ്റാത്തൊരു കുരുക്കിലായി പോയി ഞാനെന്നും വിക്രം അച്ഛനോട് എല്ലാം ഏറ്റു പറയുക കേട്ടോ. അതെന്നോട് അച്ഛൻ ഒരിക്കലും ചോദിക്കരുത് എന്നും വിക്രം പറയുന്നു കേട്ടോ. ആ മനുഷ്യൻ്റെ മനസ്സ് തകർന്നു പോയി, ആ മനുഷ്യൻ മൊത്തത്തിൽ തകർന്നു പോയി. മോനെ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുക. കണ്ണൊക്കെ നിറഞ്ഞ് ആദ്യമായ സ്നേഹത്തോടെ അച്ഛൻ വിക്രത്തെ ചേർത്ത് പിടിച്ചിട്ട് കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ അച്ഛനും മകനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീരുന്നു. ഇത് കേട്ട് നന്ദിനി കണ്ണ് തള്ളി അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അച്ഛനും മോനും തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ ആ പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നന്ദിനി അന്തം വിട്ട് പോകുന്നത്. ഇപ്പോഴാണ് ആ അച്ഛൻ്റെ മനസ്സിലെ വലിയ കനൽ അടങ്ങിയത്. അങ്ങനെ വിക്രത്തെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. ആ സമയത്ത് അവർ അതായത് വിഷ്ണുവും ശ്രീജയൊക്കെ കൂടെ ഓരോ കടകളിലൊക്കെ ഈ സ്റ്റാളുകളുണ്ടല്ലോ അവിടെയൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കൊച്ചിന് കൊടുക്കുക. അപ്പോൾ ഒരു കുഞ്ഞു വിളക്ക് വാങ്ങിച്ചു. ഇതെന്തിനാണ് ഇപ്പോൾ ഈ വിളക്ക് വാങ്ങിക്കുന്നത്, വീട്ടിൽ നല്ല വിളക്കുണ്ടല്ലോ വിഷയമായിട്ടാണെന്ന് ശ്രീജ പറയും. ഇത് നമ്മുടെ ശ്രീ പ്രൊഡക്ട്സിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ നിനക്ക് വാങ്ങിച്ചു തരുന്ന ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞു ഭയങ്കര സന്തോഷത്തിൽ ഇവർ നിൽക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ വളയൊക്കെ നമുക്ക് അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കാമെന്നേ എന്ന് കൊച്ചിനോട് പറഞ്ഞു. ഇപ്പോൾ വിശ്വേട്ടൻ വേണേൽ പോയി തൊഴുതു വന്നോളും, വള ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറയുമ്പം എനിക്കങ്ങനെ ദൈവത്തെ കാണാൻ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു വിശ്വൻ.
ആ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാത്ത ആളാണല്ലോ, വല്ലപ്പോഴും എന്നോടൊപ്പം വന്നാലായി എന്നുള്ളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം ദേ അല്ലെങ്കിൽ തന്നെ ദൈവത്തിന് മുന്നിൽ പരാതികൾ പറയാൻ ആൾക്കാർ ക്യൂവിലാണ്. ഒരാളായിട്ട് തന്നെ മാറി നിന്നാൽ അത്രയും പെട്ടെന്ന് വേറൊരാളുടെ കാര്യത്തിൽ തീർപ്പാക്കി കൊടുത്ത് വിടാമല്ലോ എന്ന് പറഞ്ഞു വിശ്വൻ. അപ്പോൾ അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട വിശ്വേട്ടാ, ഇത്തിരി വിശ്വാസമൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ആ എന്നൊക്കെ ഞാനും ആദ്യം വിചാരിച്ചിരുന്നു, പിന്നെ മനസ്സിലായി അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത്. അപ്പം അച്ഛൻ നിരീശ്വരവാദിയാണോ എന്ന് കൊച്ചു ചോദിച്ചു. ഉയ്യോ, മോളെവിടെ നിന്ന് ഇത്രയും വലിയ വാക്കൊക്കെ പഠിച്ചത്? അപ്പം ടി വിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം അച്ഛൻ അതിന് ഉത്തരം പറഞ്ഞാലേ മോൾക്ക് മുഴുവനായിട്ടും അത് മനസ്സിലാവത്തില്ല. മോള് കുറച്ചുകൂടി വലുതാകുമ്പോൾ അച്ഛൻ ഇതിൻ്റെയൊക്കെ ഉത്തരം പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് കൊച്ചും പറഞ്ഞു. അപ്പോൾ അടുത്ത വർഷം മോളെ എന്തായാലും ഇവിടെ ചേർക്കണം വിശ്വേട്ടാന്ന് ശ്രീജ പറയാം. അപ്പം അവസാനം നമ്മുടെ സമയം തെളിഞ്ഞു വരും. നീ നോക്കിക്കോ, ശ്രീ പ്രൊഡക്ട്സ് ഇനി കത്തി കയറാൻ പോവുക. നമുക്ക് നഷ്ടമായതല്ല, നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നീ നോക്കിക്കോ, നീ വാ, നമുക്ക് മോൾക്ക് വള വാങ്ങിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ വിളക്കം വാങ്ങിച്ച് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോരുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദിനി ഇവരുടെ രഹസ്യം കേട്ടിട്ട് ഓടി കഥച്ച് ഇവരുടെ എല്ലാവരുടെ അടുത്തേക്ക് വരും. അപ്പോൾ വിനായകൻ അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ വിനായകനെ കണ്ടപ്പം നിങ്ങളിവിടെ എന്തോ കണ്ടോണ്ട് നിൽക്കുക മനുഷ്യാന്ന് ചോദിച്ചു നന്ദിനി. എടി, വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമല്ലേ നന്ദിനി, അതിൻ്റെ ശില്പചാരിത്രം നോക്കി നിന്നാണെന്ന് പറയുമ്പം നിങ്ങളിവിടെ വാസ്തുവിദ്യയും ശില്പചാരിത്യമൊക്കെ നോക്കി നിന്നോ, അവിടെ കരച്ചിലും കെട്ടിപ്പിടുത്തമൊക്കെ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു നന്ദിനി. ഡ്രാമയോ? എന്ത് ഡ്രാമ? കണ്ണീരിൽ ചൊരിയുന്ന ഒരു ഗദ്ഗത കഥയാണെന്നൊക്കെ പറയുമ്പോൾ വിനായകനെ നോക്കുന്നു. നിങ്ങളുടെ അച്ഛൻ വിക്രമനെയും കൊണ്ട് രഹസ്യമായി സംസാരിക്കാൻ പോയപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കൂടെ ഞാൻ പോയി എന്ന് പറഞ്ഞു നന്ദിനി. വിനായകൻ ഇങ്ങനെ നോക്കുക. ആദ്യം നിങ്ങളുടെ അച്ഛൻ അവനെ എന്തൊക്കെയോ ഹിസ്റ്ററി ക്ലാസ് ഒക്കെ എടുപ്പിച്ചു. സത്യം തെളിയിക്കാനായിട്ട് ഇവിടെ നടത്തിയ ഒരു പരീക്ഷയെ പറ്റി എന്തോ ഒരു കൈമുക്ക്, സുചീന്ദ്രൻ കൈമുക്ക്. അത് തന്നെ എടി, അതൊക്കെ കുറേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നിർത്തലാക്കിയതാണെന്ന് പറയുമ്പോൾ അത് ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ അച്ഛൻ ഇന്ന് വിക്രമനെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. നിങ്ങളുടെ അച്ഛൻ്റെ തിളയ്ക്കുന്ന നെഞ്ചിലെ കൈമുക്കി അവൻ ആ സത്യം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്തോന്ന സത്യം അടി? അവൻ തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ കിടന്നതെന്ന്. അപ്പോൾ അയ്യോ, അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അല്ല, അത് കേട്ടപ്പം നിങ്ങളെന്തിനാ ഞെട്ടിയതെന്ന് നന്ദിനി ചോദിക്കും കേട്ടോ. ഞാൻ ഞെട്ടിയോ? നല്ല അസലായിട്ട് നിങ്ങൾ ഞെട്ടി. ഒന്ന് പോടി അവിടുന്ന്, നിനക്ക് തോന്നിയതായിരിക്കും. അല്ലെന്നേ, തോന്നിയതല്ല, നിങ്ങൾ ഞെട്ടിയെന്ന് തന്നെ നന്ദിനി പറയുമ്പോൾ അല്ല, അത് പിന്നെ അവൻ തെറ്റ് ചെയ്യാതെയാണ് ജയിലിൽ കിടന്നെന്ന് പറയുമ്പോൾ അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയല്ലേ നന്ദിനി എന്ന് വിനായകൻ. പക്ഷേ അത് കേട്ടിട്ട് തന്നെയാണോ നിങ്ങൾ ഞെട്ടിയതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ സത്യമായിട്ടും നിനക്കെന്തായാലും തീരെ വിശ്വാസമില്ലേ? ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എന്നോട് തുറന്ന് പറയണമെന്ന് പറഞ്ഞു. പറയാം. എന്താ? ഇപ്പം നിങ്ങൾ ഞെട്ടിയ കാരണം പോലെ വേദ നിങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുന്നത് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു. ഏതോ ഒരു വലിയ രഹസ്യം നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാം. അതെന്നോട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ, പറയാതെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എടി അങ്ങനെയൊന്നും ഇല്ലടി, നിനക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ ഉണ്ട് വിനയേട്ടാ. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അമ്പലത്തിൻ്റെ മുന്നിലോട്ട് വാ, നമുക്ക് ആ പഴയ ശുചീന്ദ്രൻ കൈമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് നന്ദിനി. അത്ര മനസ്സുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞു. നീ എന്ത് ഭ്രാന്താടി പറയുന്നേ? തിളച്ചെണ്ണയിൽ കൈമുക്കിയ പൊള്ളൂ എന്നുള്ളത് ശാസ്ത്ര സത്യമാണ്. വിശ്വാസം കൊണ്ടൊന്നും അതൊന്നും ഇല്ലാണ്ടാവത്തില്ല എന്ന് പറയുമ്പം ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഭാര്യയുടെ മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കാതിരിക്കുന്നത് ഉള്ളിൽ സത്യമുള്ള ആണുങ്ങൾ ചെയ്യേണ്ടതല്ലേ? ആ സത്യമാണ് നിങ്ങൾ ഇപ്പം ഇവിടെ കാണിക്കേണ്ടതെന്ന് പറയുമ്പോൾ എടി, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു വിനായകൻ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ 1-2 തവണ പറയിപ്പിച്ചോളാം, സാരമില്ല എന്ന് പറഞ്ഞു. എടി, ഇനി നിങ്ങളെ ഞാനത് പറയിപ്പിക്കാതെ വിടില്ല എന്നും പറയുമ്പം നന്ദിനി, നീ ചുമ്മാ എന്നെ കുഴപ്പിക്കല്ലേ, പണ്ട് പറ്റിയൊരു അബദ്ധമാണ് ഇപ്പം നീ തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നതെന്ന് പറയുമ്പം അബദ്ധമല്ലേ? അത് തുറന്നു പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഞാനത് പറയാമെന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ നീ അത് ക്ഷമയോടെ കേൾക്കണം കേട്ടോ. നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ജീവിക്കാനുള്ള ക്ഷമ ഞാൻ കാണിച്ചില്ല വിനയേട്ടാ. പിന്നെയാണ് ഒരു വാർത്ത കേൾക്കാൻ. പറ, ഞാനത് കേൾക്കട്ടെ, പറ എന്ന് നന്ദിനി. അത് പറ. വിക്രം ജയിലിൽ പോയത് അവൻ ചെയ്ത തെറ്റിനല്ല എന്നും പിന്നെ ഞാൻ ചെയ്ത തെറ്റിനാണെന്നും വിനായകൻ നന്ദിനിയോട് പറയുമ്പോൾ എന്നും പറഞ്ഞു നന്ദിനിയുടെ കണ്ണിങ്ങനെ ഉന്തി പുറത്തേക്ക് വന്നു. പിന്നെ കഥകൾ മുഴുവനും വിനായകൻ പച്ച വെള്ളം കുടിച്ചിറക്കുന്നത് പോലെ നന്ദിനിയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് നന്ദിനി അന്തം വെട്ടിങ്ങി നിൽക്കാം. എന്തൊക്കെയാണ് വിനീട്ട് ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇതാണ് നന്ദിനി സംഭവിച്ചത് എന്ന് വിനായകൻ പറയുക. ദയവ് ചെയ്ത് ഇത് അമ്മയും അച്ഛനും അറിയരുതെന്നും അവരറിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പോലും കഴിയില്ല എന്നും പറഞ്ഞു. വിനയേട്ടാ, ഇത് അമ്പലമായി പോയി, ഇല്ലെങ്കിൽ നിങ്ങളുടെ കരണക്കുറ്റി ഞാൻ പൊട്ടിച്ചേനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി പറയാം. നന്ദിനി,
എനിക്ക് വേദയോട് അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ അവളോട് മത്സരിച്ചിട്ടുണ്ട്, വഴക്കിട്ടിട്ടും ഒക്കെ ഉണ്ട്. അത് അവളോടുള്ള കുശുമ്പ് കൊണ്ടാണ്. അത് ഞാൻ ചിലപ്പോൾ ഇനിയും കാണിക്കും. പക്ഷേ നിങ്ങൾ ഈ കാണിച്ചത് കൊടും ചതിയാണെന്നും കുടുംബത്തെ മുഴുവനായിട്ടാണ് നിങ്ങൾ ചതിച്ചതെന്നും നന്ദിനി പറയാം. നാളെ എന്നെയും ചതിക്കത്തില്ലെന്ന് ആര് കണ്ട്? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ നന്ദിനി എന്ന് വിനായകൻ്റെ ഒരു അപേക്ഷ. ഇത്രയും കാലമായിട്ടും ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ? ഇത് അങ്ങനെ ഒരു സംഗതിയായി പോയതുകൊണ്ടാണ് നന്ദിനി. വിക്രം പോലും ഇത് ആരോടും പറയാതെ ഒളിച്ചു വെക്കുകയായിരുന്നില്ലേ ചെയ്തതെന്ന് ചോദിച്ചു. ദേ പ്ലീസ്, വിക്രം ആരോടും ഇത് പറയില്ല. വേദയും ഇതാരോടും പറയുമെന്ന് എനിക്ക് തോന്നണില്ല. നീ പൊട്ടബുദ്ധി കൊണ്ടൊന്നും വിളിച്ചു പറയാൻ നിൽക്കരുതേ. പ്ലീസ് നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യേ കാലേ പിടിക്കുക, പ്ലീസ് എന്നും പറഞ്ഞു. അപ്പോൾ നന്ദിനി ഇങ്ങനെ ദയനീയമായിട്ട് വിനായകനെ നോക്കുക. വിനായകൻ നന്ദിനിയുടെ മുന്നിൽ ലാസ്റ്റ് കൈ കൂപ്പി നിൽക്കുക, പറയരുതെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.